അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു വലിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലോങ് വീഡിയോ, ആഫ്റ്റർ എ ലോങ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കൈപ്പുഴക്കാറ്റിലാണ്. അപ്പോൾ എല്ലാവർക്കും ലൊക്കേഷൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഏറെക്കുറെ ഇപ്പം കേരളത്തിലെല്ലാവർക്കും ഈ കൈപ്പുഴക്കാറ്റിനെയൊക്കെ അറിയാം. കേരളത്തിലില്ലെങ്കിലും കോട്ടയം ജില്ലയിൽ എല്ലാവർക്കും കൈപ്പുഴക്കാറ്റിലെ ലൊക്കേഷൻ അറിയാം അല്ലേ? അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പെട്ടെന്ന് തോന്നിയതാണ്, അതുകൊണ്ട് നേരത്തെ ഒന്നും വരാൻ പറ്റിയില്ല. ഞങ്ങളൊരു 5 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. ബൈക്കിനാണ് കേട്ടോ വന്നത്. പക്ഷേ ഇവിടെ ഇങ്ങോട്ടുള്ള റോഡ് കുറച്ച് പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല റോഡൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിച്ചതൊക്കെയാണ്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ചും കണ്ടും വേണം ഇങ്ങോട്ട് എത്താൻ. ഇവിടം വരെയുള്ള വഴി കുഴപ്പമില്ല, പക്ഷേ കൈപ്പുഴക്കാട്ടിലേക്ക് കയറുന്ന വഴി ഇച്ചിരി തക്കട തരികിടയാണ്. അങ്ങനെ നമ്മൾ സേഫായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ അവിടുത്തെ കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഹെൽമെറ്റ് വെക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽമെറ്റ് ഊരി അത് സേഫായിട്ട് വെക്കുന്നത്. ഹെൽമെറ്റ് ഊരിക്കഴിഞ്ഞാലുള്ള മുടിയുടെ അവസ്ഥ ഇത് തന്നെയാണല്ലേ. ഇതെല്ലാവരും നേരിടുന്ന പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇതിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല. അവസാനം ഹെൽമെറ്റ് ഊരിയിട്ട് മുടി ഒന്നും കൂടെ ഒതുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വണ്ടി നമ്മൾ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സൺസെറ്റ് കാണാൻ പോവാണ്. ഓൾറെഡി സൂര്യൻ അവിടെ നിന്ന് താഴേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതാണിപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ. ഇത് റോഡല്ല കേട്ടോ, ഇതിൻ്റെ തന്നെയാണ്. പുള്ളിയുടെ ഒരു സ്റ്റില്ല് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇതാണ് കേട്ടോ റോഡിൻ്റെ അവസ്ഥ. മൊത്തം ടാറിട്ട റോഡായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇപ്പം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. 2 വീലറിന് വരുന്നവർ കുറച്ചുകൂടെ കെയർ എടുത്ത് വരണം. 4 വീലർ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ആദ്യം എടുത്തു കേട്ടോ. ഇനി നിങ്ങളെ ഈ സ്ഥലമൊക്കെ ഒന്നും കൂടെ കാണിക്കാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2 കാപ്പി കുടിച്ചു. പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, മുട്ട ബജി ഉണ്ടായിരുന്നു, ഏത്തക്കാപ്പം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചു. അവൾക്ക് നോയമ്പ് അതുകൊണ്ട് അവൾക്ക് കോളിഫ്ലവറും കാപ്പിയും, എനിക്ക് മുട്ട ബജി ഏത്തക്കാപ്പവും. യെസ്, നല്ല സൂപ്പർ കിടു സാധനമായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് കോളിഫ്ലവർ ബജി. എന്താ ടേസ്റ്റ് അല്ലേ. എൻ്റെ ഒരു കാപ്പിയുണ്ട്, നല്ല കാപ്പിയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ നല്ലൊരു സായം സന്ധ്യ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി വേറൊരു ദിവസം വേറൊരു സ്ഥലത്തെ വേറൊരു ബ്ലോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ ബൈ.